विकास यात्रा विकास यात्रा എന്തുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ടതെന്ന് വരുന്നതെന്ന് അറിയോ? ഈ നാട്ടിൽ 10 കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോൾ നിങ്ങളുടെ സഖാക്കന്മാർക്ക് എം.വി. ഗോവിന്ദന്റെ ജാഥയിൽ വന്ന് മുദ്രാവാക്യം വിളിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ബംഗാളിൽ പണ്ട് മുദ്രാവാക്യം വിളിച്ച് 33 കൊല്ലം ഭരിപ്പിച്ച ആളുകൾ ഇവിടെ പണിക്ക് വന്നിട്ട് അവരെ വീണ്ടും നിങ്ങൾ വിളിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കുക. ആ പാവങ്ങളെ ഇനിയും നിങ്ങൾ ഇവിടുന്ന് ഓടിച്ചുവിടാനുള്ള ശ്രമം നടത്തരുത്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് നിർത്തി അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന അവർ ഈ ശ്രീ എം.വി. ഗോവിന്ദൻ നയിക്കുന്ന റാലിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എം.വി. ഗോവിന്ദന്റെ റാലിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ നിർത്തിയത് ഒരു PR സ്റ്റണ്ടാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അത് തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് കേട്ടോ, എന്റെ ആക്ഷേപമല്ല. പിന്നീട് അത് കഴിഞ്ഞ് ഒരു വയോധികനായ വ്യക്തി ശ്രീ എം.വി. ഗോവിന്ദന്റെ അടുത്ത് നിന്നുകൊണ്ട് പൈസ കൊടുക്കുന്നു അങ്ങോട്ട്. ഇത് എനിക്ക് പെൻഷൻ കിട്ടിയ തുകയാണ്, നിങ്ങൾ തന്നെ ഇനിയും അധികാരത്തിൽ വരണം എങ്കിലേ ഇത് കിട്ടൂ എന്ന് പറയുന്നു. പെൻഷൻ കിട്ടിയ പൈസ UDF വന്നാലെങ്കിൽ കിട്ടൂല, നിങ്ങൾ തന്നെ വരണോ? പാപ്പിക്കായന് അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവനാണ്. ഒന്ന് പറയാൻ കണ്ണിൽ ഉണ്ണിയാണ്. അപ്പൊ അദ്ദേഹം അത് വാങ്ങിക്കുന്നു, തിരിച്ച് ഈ വ്യക്തിയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നു. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അതൊക്കെ ഒരു ഒന്നാം തരം PR വർക്കായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നൊക്കെയായിരുന്നു ഉയർന്നിരുന്ന ട്രോളായിട്ട് എടുത്താൽ മതി. ശ്രീ സജീഷ്, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു. അവരായിട്ട് തന്നെയാണ് വന്ന് അഭിവാദ്യം അർപ്പിച്ചത്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോട് പറയാൻ ചിലപ്പോൾ അവർ വിശ്വസിച്ചോളൂ. കാരണം എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കണ്ടുകൊണ്ട് അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, മികച്ച വരുമാനം ഉണ്ടാക്കാനുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അവർ ഈ കേരളത്തിലെ വികസനത്തെ സ്നേഹിക്കുന്നു. അതിന്റെ പങ്ക് പറ്റാൻ അവർക്ക് കൂടി കഴിയുന്നു. അതവർ പറയുന്നു എന്നല്ലാതെ ആൾക്കൂട്ടത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് നടക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അത് അപ്പുറത്ത് മാത്രമുള്ള പരിപാടിയാണ്. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? ഇത് അവരും കൂടി. അപ്പൊ നേരത്തെ കർണാടകത്തിലെ റവന്യൂ മന്ത്രി കേരളത്തെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന അതിഥി തൊഴിലാളികളും കേരളത്തെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു. അത് അത്രേ അതിൽ കാണേണ്ടതുള്ളൂ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജാഥ വികസന സന്ദേശ ജാഥ 3 മേഖലാ ജാഥകളായി സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യം കേരളത്തിൽ എന്താണ്? കേരളത്തിലെ വലിയൊരു വിഭാഗം മാധ്യമങ്ങൾ നുണ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ജനങ്ങളുമായി, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായി ഞങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുമായി ചേർന്നുകൊണ്ടാണ് ഈ ജാഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് SIR പ്രവർത്തനം നടക്കുമ്പോൾ ഇവിടെ വീടുകളിൽ പോയി ഇവർ നുണയായി ചെവിയിൽ പറഞ്ഞു കൊടുത്തത് എന്താണ്? മോദിയും പിണറായി വിജയനും ചേർന്നുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം SIR എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഞങ്ങൾ ശരിയായ നിലയിൽ കാര്യങ്ങൾ പറയുന്നു. എല്ലാ ജനവിഭാഗവും അത് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. വ്യാപാരികൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴറിയാം. നിങ്ങൾ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും നടത്തിയ പല പ്രവർത്തനങ്ങളുടെയും ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പൊ ഇനി അതിനുശേഷം ഉള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നിങ്ങൾ നടത്തിയതിന്റെ ഫലം, ഈ ജാഥയുടെ ഉൾപ്പെടെ ഫലം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. അത് നമുക്ക് നോക്കാം. ഭാഗ്യത്തിന് കൂളിമാട് പാലത്തിൽ കൂടിയല്ല ജാഥ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോ UDFന്റെ ജാഥ തോട്ടിപ്പോയാണ്. അപ്പൊ എല്ലാത്തിന്റെയും പിതൃത്വം അവകാശപ്പെടുകയാണ്.
ഈ കേരളം ഉണ്ടായതിന്റെ വരെ അവകാശപ്പെടുകയാണ്. ഈ PS അച്യുതാനന്ദന് വലിയ കയ്യടി കിട്ടിയപ്പോൾ ബക്കറ്റിലെ വെള്ളത്തിന്റെ തിര കണ്ട് കയ്യടിക്കണ്ട എന്ന് പറഞ്ഞ് പ്രസംഗിച്ച പിണറായി വിജയന്റെ അസ്വസ്ഥതയുണ്ട്. നിങ്ങളുടെ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ബേബി ജോണിനെ തൃശ്ശൂർ സമ്മേളനത്തിന്റെ പരിപാടിയിൽ നിന്ന് തള്ളിയിട്ട രംഗമുണ്ട്. എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. BS അച്യുതാനന്ദനെ ഈ വിഗ്രഹം ചുമക്കുന്ന കഴുത എന്ന് ആക്ഷേപിച്ച ജയരാജന്റെ പ്രസ്താവനയുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ സ്വരാജിന്റെ പ്രസ്താവനയുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊന്നും ഓർമ്മിപ്പിക്കുന്നില്ല. വികസനം പറഞ്ഞു തന്നെയാണ് നിങ്ങൾ വോട്ട് ചെയ്യിക്കുന്നത് CPM അല്ലേ? 10 വർഷം മുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. അയ്യോ അത് വേണ്ട. പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയും താരതമ്യം ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ താരതമ്യം ചെയ്താൽ പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് സഖാക്കന്മാർ മാത്രമല്ല സകല ജനങ്ങളും പറയുന്ന സാഹചര്യം ഉണ്ടാവും. ഇനി നിങ്ങൾ പറയുന്നു എന്തിന് വീണ്ടെടുക്കാൻ എന്ന്. ഞങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ ആത്മാഭിമാനത്തെയാണ്. പെൻഷൻ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമാണെന്ന് കേരള ഹൈക്കോടതിയിൽ പോയി പറഞ്ഞ സർക്കാരിനെതിരെ സാധാരണക്കാരന്റെ അവകാശമാണെന്നുള്ള ആത്മാഭിമാന ബോധത്തെ വീണ്ടെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? DA സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഉച്ചഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് ഒരു സർക്കാർ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉറപ്പുവരുത്തേണ്ട മിനിമം ബാധ്യതകളിൽ ഒന്നാണ്. അത് ഉറപ്പുവരുത്തണം. ഉച്ചഭക്ഷണം കൊടുക്കണം, അത് വെക്കുന്നവന് പണിക്കാശും കൊടുക്കണം എന്നുള്ളത് അത് ആത്മാഭിമാനം വീണ്ടെടുക്കലിന്റെ ശ്രമമാണ്. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത താങ്കൾ പറയുന്നു സ്കൂളുകൾ പൂട്ടിപ്പോയില്ല എന്ന്. ഞാനൊരു കാര്യം പറയാം സതീഷേ, 2019 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം 205 സ്കൂളുകൾ പൂട്ടിപ്പോയി. കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ലയിൽ 3 സ്കൂൾ പൂട്ടിപ്പോയി. ധർമ്മടം മണ്ഡലത്തിൽ സർക്കാർ സ്കൂൾ പൂട്ടിപ്പോയി. താങ്കൾ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? അല്ല അത് പിന്നെ താങ്കൾ പറയുന്നു കുറെ കാര്യങ്ങൾ പറയുന്നു. ഈ അതിഥി തൊഴിലാളികളെ വിളിച്ച് മുദ്രാവാക്യം വിളിച്ചതിനെ കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ടതെന്ന് വരണമെന്ന് അറിയോ? ഈ നാട്ടിൽ 10 കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോൾ നിങ്ങളുടെ സഖാക്കന്മാർക്ക് MB ഗോവിന്ദന്റെ ജാഥയിൽ വന്ന് മുദ്രാവാക്യം വിളിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ബംഗാളിൽ പണ്ട് മുദ്രാവാക്യം വിളിച്ച് 33 കൊല്ലം ഭരിപ്പിച്ച ആളുകൾ ഇവിടെ പണിക്ക് വന്നിട്ട് അവരെ വീണ്ടും നിങ്ങൾ വിളിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കുക. ആ പാവങ്ങളെ ഇനിയും നിങ്ങൾ ഇവിടുന്ന് ഓടിച്ചുവിടാനുള്ള ശ്രമം നടത്തരുത്. 10 കൊല്ലത്തെ ഭരണത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. പിണറായി വിജയന് BJPയിൽ മെമ്പർഷിപ്പ് എടുക്കാതെ തന്നെ ഏറ്റവും നല്ല സംഘപരിവാർ നേതാവായിട്ട് കേരളത്തിൽ ഭരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് BJPയിലേക്ക് അംഗത്വം എടുക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല. അവർ നിർബന്ധിച്ചിരുന്നെങ്കിൽ അംഗത്വം എടുത്തേനെ. റെജി ലൂക്കോസ് പോയില്ലേ, S രാജേന്ദ്രൻ പോയില്ലേ? പിണറായി വിജയൻ അവർക്ക് അംഗത്വം എടുക്കാതെ തന്നെ ഇപ്പുറത്ത് നിർത്തി ഭരിക്കുന്നതാണ് അവരുടെ എല്ലാ അജണ്ടകളും. എനിക്ക് ഫീൽ ആകണം എന്നാലേ നീ പഠിക്കൂ. താങ്കൾ പറയുന്നു ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെറ്റിദ്ധാരണ വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെറ്റിദ്ധാരണ വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിയമസഭ ഉപതെരഞ്ഞെടുപ്പിലും തെറ്റിദ്ധാരണ വന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഗ്രഹസമ്പർക്ക പരിപാടി പരാജയപ്പെട്ടതിന്റെ കാരണവും നിങ്ങൾ പറയുന്നത് UDF തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ്. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ, അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ. കനകോലുവിന്റെ സിദ്ധാന്തം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കിണർകോലുവിനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ പെൻഷൻ കിട്ടിയ നിങ്ങൾ വന്ന് LDF വന്നാലേ പെൻഷൻ തരുവുള്ളൂ എന്ന് ഏതോ ഒരു അപ്പാപ്പനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനോട് ആ പാവം മനുഷ്യരെ കൊണ്ടൊക്കെ വേദിയിൽ വെച്ച് പറയിപ്പിച്ചില്ലേ നിങ്ങൾ? 6 മാസക്കാലം പെൻഷൻ ഇല്ലാതാക്കപ്പെട്ടപ്പോ ആത്മഹത്യ ചെയ്ത കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. പെൻഷൻ കിട്ടാതെ വന്ന മനുഷ്യർ അവർ ഹൈക്കോടതിയിൽ പോയപ്പോൾ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്തിട്ട് ഹൈക്കോടതിയിൽ പോയപ്പോൾ അവരോട് പറഞ്ഞത് സർക്കാരിന്റെ ഔദാര്യമാണെന്നാണ്. ഇതെല്ലാം ഓർമ്മപ്പെടുത്താൻ കിട്ടിയ അവസരമാണ് എനിക്ക്. അത് താങ്കൾ ഓർമ്മിപ്പിച്ചത് നന്നായി. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ